ഇത്തവണ നാട്ടിൽ പോയപ്പം എൻ്റെ ഹെഡ്ഫോണിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. സ്കൾക്കാൻഡി ക്രഷേഴ്സാണ് ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാലപ്പഴം കാരണം അതിൻ്റെ കുഷ്യൻസ് എല്ലാം ഇളകി പോന്നു. സോ എനിക്ക് പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. സോ എൻ്റെ ഡേ ടു ഡേ ഓഫീസ് പർപ്പസിന് എനിക്ക് ലോങ് ടൈം സൂം കോൾസ് ഉണ്ടാവും. അതുപോലെ ഞാൻ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ എനിക്കൊരു പ്രോപ്പർ ഹെഡ്ഫോൺ ആവശ്യമാണ്. ഞാൻ എയർപോർട്ട്സ് യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഒരു ലോങ് ഡ്യൂറേഷൻ സൂം കോളിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ലോങ് അവേഴ്സ് ട്രെയിനിങ് കൊടുക്കുമ്പോഴൊക്കെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് ചെറിയ ചെവി ആയതുകൊണ്ട് എയർപോർട്ട്സ് ചെവിയിൽ കറക്റ്റായിട്ട് നിൽക്കില്ല. അത് ഇറ്റ് കീപ്സ് ഓൺ ഫോൾ ഡൗൺ. എൻ്റെ വർക്ക് റിലേറ്റഡ് പർപ്പസിന് എനിക്ക് നിർബന്ധമായിട്ട് ഹെഡ്ഫോൺ ആവശ്യമാണ്. ഞാൻ നോർമലി പ്രിഫർ ചെയ്യാറ് ഓവർ ഹെഡ് ഹെഡ്ഫോൺസ് ആണ്. കാരണം എൻ്റെ വർക്കിംഗ് സ്റ്റൈലിൽ മറ്റുള്ള പുറത്തുനിന്ന് സൗണ്ട്സ് ഒന്നും ഇല്ലാണ്ട് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാനും എനിക്ക് ലോങ് ഡ്യൂറേഷൻ ട്രെയിനിങ് കൊടുക്കാനൊക്കെ ബെറ്റർ എപ്പോഴും ഓവർ ഹെഡ് ഹെഡ്ഫോൺസ് ആണ്. അധികം പാട്ടുകൾ അധികം കേൾക്കാത്തത് കൊണ്ടും ഞാനൊരു മ്യൂസിക് പേഴ്സൺ അല്ലാത്തത് കൊണ്ടും എനിക്ക് എയർപോർട്ട് മാക്സോ അല്ലെങ്കിൽ ബീച്ച് സ്റ്റുഡിയോ ഒന്നും ആവശ്യമില്ല. സോ ഐ വാസ് ലുക്കിംഗ് ഫോർ എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാൽ അത്യാവശ്യം എല്ലാ ഫങ്ഷണാലിറ്റീസും ഉള്ള ഒരു മിഡ് റേഞ്ച് ഹെഡ്ഫോൺസ് ആണ് നോക്കുന്നത്. സോ ഫൈനലി മൈ റിസർച്ച് എൻഡിങ് ഹർമാൻ JBL ലൈവ് 500 BT. സോ ഇന്നത്തെ വീഡിയോ ഈ ഹെഡ്ഫോണിൻ്റെ അൺബോക്സിങ്ങും പ്ലസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് റിവ്യൂമാണ്. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഇമാജിനേഷൻസ്. അപ്പോൾ നമുക്കതിൻ്റെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം രണ്ട് സൈഡിലെ സ്റ്റിക്കേഴ്സും നമുക്ക് സീസേഴ്സ് ഉപയോഗിച്ചിട്ട് നൈസായി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എനിക്കിതൊന്ന് സ്ലൈഡ് ചെയ്ത്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നല്ല ടൈറ്റ് പാക്കിംഗ് ആണ്. ജസ്റ്റ് കുറച്ച് പ്രഷർ കൊടുത്തിട്ട് അതൊന്ന് ബോക്സ്, അതിനുള്ളിൽ വേറൊരു സെപ്പറേറ്റ് ബോക്സിംഗ് ഉണ്ട്, അത് പുറത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബോക്സ്. താഴെ നമുക്ക് സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എക്സൈറ്റഡ്. ഓക്കെ, വാവ്, നമ്മൾ JBL ഹെഡ്ഫോൺ ഉണ്ട്. ഈ ഓറഞ്ച് കളറിൽ ഒരു ഫ്ലാറ്റ് കേബിൾ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ദ മൈക്രോ USB കേബിൾ. ചാർജിങ്ങിന് യൂസ് ചെയ്യുന്ന മൈക്രോ USB കേബിളാണ്. അതിൽ JBLൻ്റെ ലോഗോസ് എല്ലാം കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഓഡിയോ കേബിളുണ്ട്. നമുക്ക് ഈവൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കേബിൾ കുത്തി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓഡിയോ കേബിളുണ്ട്. വളരെ തിന്നായിട്ടുള്ളൊരു കേബിളാണ്. ആൻഡ് ഇതിൽ നമ്മുടെ ഹെഡ്ഫോൺ ഫോൾഡ് ചെയ്ത് വെച്ച് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. സാധാരണ കാണുന്ന പോലെയല്ല. സോ നമ്മുടെ ഹെഡ്ഫോണ് 90 ഡിഗ്രി ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. സോ ലെറ്റ് സ്കിപ്പ് ദാറ്റ് അസൈഡ്. ആൻഡ് ഉള്ളിൽ എന്താണുള്ളത്? ഓക്കെ, ദ നോർമൽ യൂസർ മാനുവൽ ഷീറ്റ്സ്, വാറണ്ടി കാർഡ് എല്ലാം ആണ്. ഓക്കെ, ഗൂഗിൾ അസിസ്റ്റൻ്റ് അലക്സ കാണുന്നുണ്ട്. സോ ഗൂഗിൾ അസിസ്റ്റൻ്റ് അലക്സ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ബോക്സ് വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ സോളിഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. നമ്മുടെ ബോക്സ് ഉണ്ട്. ബോക്സിൽ പിന്നെ യൂസർ മാനുവൽ, ഹെഡ്ഫോൺ ആൻഡ് ദി കേബിൾസ്. ഹെഡ്ഫോൺ നോക്കുകയാണെങ്കിൽ വളരെ മേലെ നമുക്കൊരു ഫാബ്രിക് മെറ്റീരിയലാണ്, ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന. അതിൻ്റെ സൈഡിൽ മെറ്റാലിക് ഇതുണ്ട്. പിന്നെ JBLൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, ലോഗോ ഉണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഒരു റബ്ബറി ഫീലിംഗ് ആണ് ലോഗോക്ക് വരുന്നത്. പ്രിറ്റി ഡീസൻറ്റ്. ആ ഫാബ്രിക് ആണെങ്കിൽ പോലും ഒരു കുറച്ചൊരു പ്രീമിയം ഫീൽ ഫാബ്രിക്കിന് വരുന്നുണ്ട്. വളരെ നീറ്റാണ്. പിന്നെ സൈഡിൽ പ്ലാസ്റ്റിക്കൊക്കെ കുറച്ചൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്, നോർമൽ ഇതല്ല. പിന്നെ അതിൻ്റെ ലെതർ കുഷ്യൻസിൻ്റെ ലെതറെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ള. രണ്ട് സൈഡിലും JBLൻ്റെ ലോഗോ ഉണ്ട്. നമ്മുടെ ഹെഡ്ഫോണിൻ്റെ സൈഡ് ഒരു മെറ്റാലിക്, ഒരു എന്താ പറയുക, മെറ്റാലിക്കായിട്ട് എഡ്ജ് കൊടുത്തിട്ടുണ്ട്. ആ എഡ്ജിൽ നമുക്ക് ലൈവ് എന്നുള്ള ഇതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. കുഷ്യൻസിൽ മെമ്മറി ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹെഡ്ഫോൺ 90 ഡിഗ്രി ഒരു സൈഡിലേക്ക് മാത്രം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോൾഡറിലൊക്കെ കൂരി കഴുത്തിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ, അപ്പോൾ നമുക്ക് JBL ഫ്രണ്ട് ഫേസിങ് ആവുന്ന രീതിയിൽ
വെക്കാൻ പറ്റുന്നതാണ്. സോ സ്പേസ് യൂട്ടിലൈസേഷൻ വളരെ കുറവായിരിക്കും ഇങ്ങനെ ഒരു ഫോൾഡിങ് വരുമ്പോൾ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുഷ്യൻസിൽ നമ്മൾ ലെഫ്റ്റ് ഇയർ റൈറ്റ് ഇയർ മാർക്കിന് അപ്പോൾ സ്റ്റീരിയോ സൗണ്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ റെസ്പെക്റ്റീവ് ഇയേഴ്സിലെത്താൻ വേണ്ടിയിട്ട് ആ മാർക്കിങ്സ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. മെമ്മറി ഫോം വളരെ സ്മൂത്താണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കുഷ്യൻ പാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആണ് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ അതിൻ്റെ പവർ ബട്ടൺ, വോളിയം കൺട്രോൾ, അങ്ങനത്തെ ബട്ടൺസും കൺട്രോൾസ് എല്ലാം നമ്മളെ റൈറ്റ് ഇയർ കപ്പിലാണുള്ളത്. പിന്നെ ഇവിടെ ബ്ലൂടൂത്ത് സ്വിച്ച് ചെയ്യാനുള്ള, അതേപോലെ തന്നെ നമുക്ക് സൗണ്ട് മൈക്ക് ഓൺ ചെയ്യാനും, അതേപോലെ ടിയർ പാസിങ് നമ്മുടെ ആപ്പിളിലൊക്കെ പോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കാനുള്ള ഓപ്ഷനുണ്ട്. ലെഫ്റ്റ് സൈഡ് ഇയർ പാഡിനുള്ളിൽ നമുക്ക് അലക്സ, അതേപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, പിന്നെ അതേപോലെ ചാർജിങ് പോർട്ടും നമ്മൾ ലെഫ്റ്റ് ഇയർ കപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് യൂസർ മാനുവലിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചൈനീസിലുള്ള എന്തോ ഷിപ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് തോന്നുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ വോയിസസിൻ്റെ ഗൂഗിൾ അസിസ്റ്റൻറ്റും അതേപോലെ അലക്സയുടെ കുറിച്ചുള്ള, പിന്നെ നമ്മുടെ വാറണ്ടി കാർഡ് ഡീറ്റെയിൽസ്, വാറണ്ടി പ്രൊവൈഡ് ആവുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ദെൻ അവർ യൂസർ മാനുവൽ. ഇത് 2 മോഡലിൽ സപ്പോർട്ട് ചെയ്യുന്ന 400 സീരീസ് 500 സീരീസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ 1 by 1 ആയിട്ട് നമുക്ക് എങ്ങനെ ചാർജിങ്, അതിൻ്റെ കണക്ടിവിറ്റി, എല്ലാ ഡീറ്റെയിൽസും ഇൻ ഡെപ്തായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾസ് നമുക്ക് 2 hours ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 15 hours പ്ലേ ബാക്ക് ടൈം കിട്ടും. പിന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഒരു 15 minutes വെച്ച് നമുക്കൊരു 2 to 3 hours പ്ലേ ബാക്ക് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡാണ്. പിന്നെ ഒരേ സമയം മൾട്ടി ഡിവൈസ് സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് JBLൻ്റെ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ട്രൈ ഇൻസ്റ്റാൾ ഇൻ ദ JBL ആപ്പ്. നമ്മൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് JBL ഹെഡ്ഫോൺ ആപ്പ് സെർച്ച് ചെയ്തെടുക്കാം. JBL ഹെഡ്ഫോൺസ്. സോ ഫസ്റ്റ് വന്ന് കണ്ട ഇതാണ് നമ്മുടെ ആപ്പ്. സോ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ ദ ഇൻസ്റ്റാളേഷൻ സ്ക്രീൻ. സോ നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് നോട്ടിഫിക്കേഷൻ തരാനോ കണക്ടിവിറ്റി ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഓക്കെ. പുഷ് നോട്ടിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. സോ ഐ ഗിവ് അലൗ ആൻഡ് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ആക്സെപ്റ്റ് ചെയ്തു. ഓൾറെഡി എൻ്റെ ഹെഡ്ഫോണോടെ കണക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം TalkThru അതേപോലെ ആംബിയൻസ് അവയർനെസ്സും കൊടുക്കുന്നത്. ആംബിയൻസ് അവയർനെസ് പറഞ്ഞാൽ നമുക്ക് നോർമൽ ഹെഡ്ഫോൺ വെക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സോഴ്സും ഒന്നും കേൾക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റും അലക്സ സപ്പോർട്ടും ചോദിക്കുന്നുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ട്. സോ വി നീഡ് ടു ഇൻസ്റ്റാൾ ദാറ്റ് ആപ്പ് ടു ഇൻ ഓർഡർ ടു വർക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കിയാൽ അതിന് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ഫേംവെയർ എന്തൊക്കെ നമ്മൾ ഹെഡ്ഫോണിൽ പുതിയ ഫംഗ്ഷനാലിറ്റിയും ബഗ് ഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേംവെയർ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈക്ക് നമുക്കാണ് കേൾക്കാൻ പറ്റും. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമ്മളുടെ ആപ്പിളിൻ്റെ ട്രാൻസ്ഫർ മോഡ് പോലത്തെ ഒരു ഓപ്ഷൻസാണ്. ഇത് ഓപ്ഷൻസ് നമുക്ക് മൊബൈൽ ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു ഫീച്ചർ ഈക്വലൈസറാണ്. നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്നതാണെങ്കിൽ നമുക്ക് നമ്മൾ ഇഷ്ടത്തിനുള്ള ഈക്വലൈസേഴ്സ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതാണ് സോങ്ങിനനുസരിച്ച്. സോ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് പ്രീസെറ്റ്സ് പോലെ ഈക്വലൈസേഴ്സ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. വിച്ച് ഈസ് വെരി പ്രിറ്റി ഗുഡ് ഓപ്ഷൻ. സോ ഞാനങ്ങനെ മ്യൂസിക് കേൾക്കുന്ന ആളല്ലാത്തത് കൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. ഓക്കെ. നമുക്ക് ഓട്ടോ ഓഫാണ് കാര്യം. ഇപ്പം ഫേംവെയർ അപ്ഡേഷൻ ഓട്ടോമാറ്റിക് നടന്നുകൊണ്ടാണ്. സോ ഫേംവെയർ അപ്ഡേഷൻ ഈസ് കംപ്ലീറ്റഡ്. ലെറ്റ്സ് ഗോ ബാക്ക്.
സോ കപ്പിൾ ഓഫ് ഡേയ്സ് ഉപയോഗിച്ചതിന് ശേഷം ഐ എം വെരി ഇംപ്രസ്ഡ് വിത്ത് ദ പ്രൊഡക്റ്റ്. ഇറ്റ് വർത്ത് ദ മണി. നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെഡ്ഫോൺ ആയിട്ട് പോലും എനിക്ക് എല്ലാ ഫംഗ്ഷനാലിറ്റീസും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ഈ മോഡൽ അവൈലബിൾ അല്ല, ബട്ട് സ്റ്റിൽ നമ്മളത് ഇയറിൽ വെക്കുമ്പോൾ നമുക്കൊരു വാക്വം പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ പുറത്തുള്ള എക്സ്റ്റേണൽ നോയ്സ് ഒന്നും കേൾക്കില്ല. സോ നമ്മുടെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ മൈക്ക് വരെ കട്ടായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മൈക്ക് എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നോയ്സ് ക്യാൻസലിംഗ് മറ്റു ഹെഡ്ഫോൺസ് ആപ്പിളായിട്ടോ അല്ലെങ്കിൽ ബീറ്റ്സ് ആയിട്ടോ സോണി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര അല്ലെങ്കിൽ പോലും ബട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെഡ്ഫോൺ കിട്ടുന്നതിൻ്റെ മാക്സിമം പെർഫോമൻസ് തരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തീർച്ചയായിട്ടും ഇത് വളരെ കംഫർട്ടബിൾ ആണ്. എൻ്റെ തല കുറച്ച് ചെറുതായതുകൊണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു പ്രശ്നമല്ല. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ കുഷൻ പാഡിങ് വളരെ കംഫർട്ടബിൾ ആണ്. ഇയർ പീസിൽ വരുന്നത് കുഷൻസ് മെമ്മറി ഫോമാണ്. സോ അത്യാവശ്യം നന്നായിട്ടൊരു കംഫർട്ടബിൾ ഫിറ്റ് തരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം അത്യാവശ്യം നല്ല ഓഡിയോസ് യൂട്യൂബിലൊക്കെ നല്ല വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ സൗണ്ട് വളരെ ക്രിസ്പാണ്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഐ എം ഇൻ ലവ് വിത്ത് ദിസ് ഹെഡ്ഫോൺ. മാത്രമല്ല മൾട്ടി ഡിവൈസ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സ്വിച്ച് ചെയ്യും. സോ മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റി സപ്പോർട്ടുണ്ട്. സോ ഇറ്റ്സ് എ റെക്കമെൻഡഡ് ഹെഡ്ഫോൺ. ഇതിൻ്റെ ഒരു മൈനസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, എന്നെപ്പോലെ കുറച്ച് വലിയ ചെവിയും അതേപോലെ തന്നെ വലിയ തലയുള്ള ഒരാളുകൾക്ക് കുറച്ച് ലോങ്ങർ ഡ്യൂറേഷനിൽ വെക്കുമ്പോൾ ചെവിയുടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ബോത്ത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയണം. അല്ലാത്ത പക്ഷം ഇത് ഒരു ലോങ്ങർ ഡ്യൂറേഷൻ വെക്കുമ്പോൾ മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അല്ല ഷോർട്ട് ടൈമിലേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാലൊന്നും നമുക്ക് അത്ര പെയിൻ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരേ പോയിന്റ് നമ്മൾ കുറേ നേരം വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മൂവിയൊക്കെ കുറേ നേരം കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും വെക്കേണ്ടി വരും. എൽസ് ഐ എം ഇൻ ലവ് വിത്ത് ദിസ് പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു ഡ്രോബാക്ക് ഇതിൻ്റെ ക്യാരി ബാഗ് ഇല്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാരി ബാഗ് ഇല്ലാത്തതും ഒരു പോരാമെന്ന് പറയാൻ പറ്റില്ല. നമുക്കത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് വളരെ ചെറിയ സ്പേസിൽ ഇത് കൊണ്ടുനടക്കാം. ലാപ്ടോപ്പ് ബാഗിലൊക്കെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. എന്നെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് വർത്ത് മണി. എനിക്കിതിന് കോസ്റ്റ് വന്നത് 274 ദിർഹംസ് ആണ്. ഓഫർ പ്രൈസിന് കിട്ടിയതാണ്. 274 ദിർഹംസിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്ലൂടൂത്ത് മൾട്ടി ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക് നോയ്സ് ക്യാൻസലേഷൻ ഇല്ലെങ്കിൽ പോലും ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വർത്ത് ദ മണി. കാരണം ഈ ഒരു റേഞ്ചിൽ മറ്റു ഹെഡ്ഫോൺസ് ഒന്നും ഇത്രയും ഫംഗ്ഷനാലിറ്റി തരുന്നില്ല. മാത്രമല്ല ഇതിൽ ബിൽറ്റ് ഇൻ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആൻഡ് അലക്സ ഉണ്ട്. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ അൺബോക്സിംഗ് സമയത്ത് ഞാൻ ആ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് ഈസ് എ പ്രിറ്റി ഡീസൻറ്റ് ഹെഡ്ഫോൺ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും താഴെ കമൻറ്റ് സെക്ഷനിൽ തരിക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായിട്ടില്ല എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് മൈ ചാനൽ ടു ഗ്രോ. ഇനി മറ്റൊരു വീഡിയോ ഞാൻ തിരിച്ചു വരുന്നത്. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.